യാക്കോബായ സഭയുടെ അധ്യക്ഷനായി ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തയെ വാഴിച്ചു. പത്രിയാർക്കീസ് ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ചടങ്ങിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ പ്രതിനിധികളും പങ്കെടുത്തു. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, ഭക്തി നിർഭരമായ നിമിഷങ്ങൾക്കാണ് ലെബനോൻ താഴ്വര സാക്ഷ്യം വഹിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ തോമസ് പ്രഥമൻ സ്ഥാനമൊഴിഞ്ഞ ശേഷമുള്ള അദ്ദേഹത്തിന്റെ പിൻഗാമി കൂടിയാണ് ഇപ്പോൾ കാതോലിക്ക ബാവയായി സ്ഥാനമേറ്റിരിക്കുന്നത്. കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ലെബനനിൽ കുറച്ചു കാലമായി ഉണ്ടായിരുന്ന സംഘർഷ സാഹചര്യങ്ങൾക്കൊടുവിലാണ് ഒരു മംഗളകരമായ കർമ്മത്തിന് ഇന്ന് ലെബനൻ താഴ്വര സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ബെയ്റൂത്തിൽ നിന്ന് ഏതാണ്ട് 20 കിലോമീറ്ററിലധികം അകലെയുള്ള അറ്റാനെ സെന്റ് മേരീസ് പാത്രിയാർക്കീസ് കത്തീഡ്രലിൽ വെച്ച് നടന്ന ചടങ്ങിൽ യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവയായി ജോസഫ് മാർ ഗ്രിഗോറിയോസ് അധികാരം ഏറ്റിരിക്കുകയാണ്. ചുമതലകൾ അദ്ദേഹം പൂർണ്ണമായും ഏറ്റെടുത്ത് അഭിഷിക്തനായിരിക്കുകയാണ്. അതിൻ്റെ മുഴുനീള ചടങ്ങുകളാണ് നമ്മളിപ്പോൾ കണ്ടത്. മാർ അപ്രേം ദിദിയൻ, ഇഗ്നാത്തിയോസ് അപ്രേം ദിദിയൻ ബാവയാണ് അദ്ദേഹത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ഈ ചടങ്ങുകൾക്കെല്ലാം തന്നെ. അതോടൊപ്പം തന്നെ ഈ ചടങ്ങുകൾക്ക് മുൻപായി നടന്ന കുർബാനകൾ ഏതാണ്ട് 7 മണിയോടുകൂടി, ഇന്ത്യൻ സമയം 7 മണിയോടുകൂടി, ബെയ്റൂത്തിലെ അല്ലെങ്കിൽ ലെബനനിലെ പ്രാദേശിക സമയം 5 മണിക്കാണ് സ്ഥാനാരോഹണത്തിൻ്റെ അല്ലെങ്കിൽ വാഴിക്കലിൻ്റെ ചടങ്ങുകൾ ഔദ്യോഗികമായി ആരംഭിച്ചത്. ഇന്ത്യൻ സമയം 8:30 സ്ഥാനാരോഹണ ചടങ്ങുകൾ ആരംഭിച്ചത്. 7 മണി 7:30 തന്നെ വിശുദ്ധ കുർബാനകൾ അർപ്പിക്കുന്നതടക്കമുള്ള ഔദ്യോഗികമായ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. വിവിധ കുർബാനകൾ അർപ്പിക്കുകയും അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സുറിയാനി ഭാഷയ്ക്കൊപ്പം തന്നെ മലയാളത്തിലും കുർബാനകൾ അർപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അത്രയധികം ഒരു മലയാളി വിശ്വാസ സമൂഹം ഈ ഒരു ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. അതിനു പുറമെ കേരളത്തിൽ നിന്നുള്ള വിവിധ ക്രൈസ്തവ സഭകളുടെ സഭാ അധ്യക്ഷന്മാരും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. വിവിധ മെത്രോപ്പൊലീത്തമാരും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ മലയാളത്തിലും കൂടി ഒരു കുർബാന അർപ്പിച്ചിരുന്നു എന്നുള്ളത് വളരെ സവിശേഷത തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ്. പാത്രിയാർക്കീസ് ബാവയുടെ കീഴിൽ ഇനി ആ ഒരു അധികാര ശ്രേണി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, സഭയുടെ ഒരു ഭരണ ശ്രേണി അല്ലെങ്കിൽ അധികാര ശ്രേണി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, പാത്രിയാർക്കീസ് ബാവ കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന് തൊട്ട് താഴെ വരുന്ന സഭയിലെ 2ാം സ്ഥാനീയനായാണ് ശ്രേഷ്ഠ കാതോലിക്ക ബാവയെ കണക്കാക്കുന്നത്. ഇനി ആ സ്ഥാനം എന്ന് പറയുന്നത് ജോസഫ് മാർ ഗ്രിഗോറിയോസിനായിരിക്കും. അദ്ദേഹം അറിയപ്പെടാൻ പോകുന്നത് ശ്രേഷ്ഠ കാതോലിക്ക ജോസഫ് ബസേലിയോസ് പ്രഥമൻ എന്ന ഒരു പേരിലായിരിക്കും അദ്ദേഹം അറിയപ്പെടുക. ഈ ഒരു സ്ഥാനാരോഹണത്തിൻ്റെ ചടങ്ങുകൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്നത് നാമകരണ ചടങ്ങാണ്. ഇദ്ദേഹം ഏത് പേര് സ്വീകരിക്കും അല്ലെങ്കിൽ ഏത് നാമധേയത്തിൽ അറിയപ്പെടും എന്നൊരു സംശയം അല്ലെങ്കിൽ ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. എന്നാൽ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് പ്രഥമൻ ബാവ എന്ന നാമധേയത്തിലാണ് അദ്ദേഹം ഇനി അറിയപ്പെടാൻ പോകുന്നത്. എന്തായാലും യാക്കോബായ സുറിയാനി സഭയുടെ പ്രഥമ പുരുഷനായി അല്ലെങ്കിൽ സഭാധ്യക്ഷനായി അദ്ദേഹം ചുമതലയേറ്റിരിക്കുകയാണ്. പാത്രിയാർക്കീസ് ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അതോടൊപ്പം തന്നെ മെത്രോപ്പൊലീത്തമാർ മറ്റ് സഹകാർമ്മികരായി പങ്കെടുത്ത ഒരു ചടങ്ങിലാണ് ഈ ഒരു വാഴിക്കൽ നടന്നത്. അദ്ദേഹത്തോടൊപ്പം തന്നെ മറ്റ് മെത്രോപ്പൊലീത്തമാരെ വാഴിക്കുന്നതിനടക്കം, അതുപോലെ സുനഹദോസുകളെ നിയമിക്കുന്നതിനടക്കമുള്ള അധികാരം അല്ലെങ്കിൽ അതിനുള്ള ഒരു അവകാശം കൂടിയാണ് ഈ ശ്രേഷ്ഠ കാതോലിക്ക പദവിയിലേക്ക് എത്തുന്നതോടുകൂടി മാർ ഗ്രിഗോറിയോസ് ജോസഫിന് കൈവന്നിട്ടുള്ളത്. നിലവിൽ അദ്ദേഹം മലങ്കര മെത്രോപ്പൊലീത്തയായിരുന്നു 31 വർഷത്തിലധികം. പക്ഷേ ഇപ്പോൾ ഈ ശ്രേഷ്ഠ കാതോലിക്ക ബാവയാകുന്നതോടുകൂടി മറ്റ് മെത്രോപ്പൊലീത്തമാരെ വാഴിക്കുന്നത്, അതുപോലെ തന്നെ സുനഹദോസുകളെ നയിക്കുന്നതടക്കമുള്ള കാര്യക്രമങ്ങൾക്ക് അദ്ദേഹത്തിന് അവകാശം കൂടി ലഭിച്ചിരിക്കും. അതോടൊപ്പം തന്നെ ഈ പാത്രിയാർക്കീസ് ബാവ ചടങ്ങുകൾ ആരംഭിച്ചത് കേരളത്തിനും അതുപോലെ തന്നെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് നന്ദി അറിയിച്ചുകൊണ്ടാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ നന്ദി പറഞ്ഞിരുന്നു. പ്രത്യേകിച്ചും ഇരു സർക്കാരുകളും തങ്ങളുടെ ഒരു പ്രതിനിധി സംഘങ്ങളെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി അങ്ങോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഇരുവർക്കും പ്രത്യേകം പരാമർശവും എടുത്ത് പറയുകയും ചെയ്യുകയായി. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ മറ്റ് മതങ്ങൾക്ക് മേൽ അല്ലെങ്കിൽ മറ്റ് സംസ്കാരങ്ങളെ സ്വീകരിക്കുന്നതിന്, മറ്റ് പാശ്ചാത്യമായിക്കോട്ടെ പൗരസ്ത്യമായിക്കോട്ടെ മറ്റ് സംസ്കാരങ്ങളെ സ്വീകരിക്കുന്നതും മറ്റ് മതങ്ങളോട് കാണിക്കുന്ന സഹിഷ്ണുതയ്ക്കും അദ്ദേഹം ഇന്ത്യയെ പ്രത്യേകം എടുത്ത് പരാമർശിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ കേരളത്തിൽ പുത്തൻകുരിശിൽ വന്ന സമയത്ത് പിണറായി വിജയനുമായി കൂടിക്കാഴ്ച ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം കാണിക്കുന്ന അല്ലെങ്കിൽ കേരളം കാണിക്കുന്ന മതസൗഹാർദ്ദത്തിനും ആ സഹിഷ്ണുതയ്ക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു എന്നും ഈ പാത്രിയാർക്കീസ് ബാവ തൻ്റെ
അഭിമുഖ പ്രസംഗത്തിൽ അല്ലെങ്കിൽ ആമുഖ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. അത് കേരളത്തിലെ വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയാവുന്ന ഒരു അംഗീകാരം തന്നെയാണ് എന്നുള്ളതാണ്. ഈ സഭാ ശുശ്രൂഷയിലും അതുപോലെ തന്നെ പ്രത്യേകിച്ചും കേരളത്തിലെ നിലനിന്ന് വരുന്ന കാലങ്ങളായി നൂറ്റാണ്ടുകളായി പരിഹരിക്കപ്പെടാതെ അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി പരിഹരിക്കപ്പെടാതെ നടക്കുന്ന സഭാ തർക്കത്തിലെ ഇതുവരെ സ്വീകരിച്ചു വന്നിട്ടുള്ള നിലപാടുകളിൽ ഈ മാർ ഗ്രിഗോറിയോസിന്റെ ഈ ഒരു വാഴിക്കലിന് ശേഷം അല്ലെങ്കിൽ അദ്ദേഹം ശ്രേഷ്ഠ കാതോലിക്ക ബാവയായതിനു ശേഷം വരാൻ പോകുന്ന ഒരു മാറ്റമാണ് ഇത്. ഈ ഒരു വാഴിക്കലോട് കൂടി എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓർത്തഡോക്സ് സഭയുടെ കൂടി യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ വശം കൂടി കേട്ടുകൊണ്ടൊരു സമീപനത്തിലേക്ക്, അനുനയ സമീപനത്തിലേക്കാണ് താൻ പോവുക എന്ന് ജോസഫ് ഗ്രിഗോറിയോസ് ആദ്യം തന്നെ അറിയിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ സഭാ തർക്കം അടക്കമുള്ള വിഷയങ്ങളിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം സ്വാധീനങ്ങൾ ഇതിനുശേഷം ഉണ്ടാകും എന്നുള്ളതാണ് കേരളീയ ക്രൈസ്തവ സമൂഹം അല്ലെങ്കിൽ കേരളീയ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരും സമൂഹവും ഉറ്റുനോക്കുന്നത്. എന്തായാലും പാത്രിയാർക്കീസ് ബാവയുടെ കീഴിൽ പ്രാദേശിക ഭരണത്തിനായി ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള കാത്തോലിക്കേറ്റിലെ അംഗമായി ഇനി രണ്ടാമനായി പ്രഥമ സ്ഥാനീയനായി പാത്രിയാർക്കീസ് ബാവയും ആ ശ്രേണിയിൽ ദ്വിതീയനായി അല്ലെങ്കിൽ രണ്ടാമനായി ശ്രേഷ്ഠ കാതോലിക്ക ജോസഫ് ബസേലിയോസ് പ്രഥമൻ ബാവയും അറിയപ്പെടും. കേരളത്തിൽ നിന്ന് അർമേനിയൻ ഓർത്തഡോക്സ് സഭ, സിറിയൻ കത്തോലിക്ക സഭ, അർമേനിയൻ കത്തോലിക്ക സഭ, കൽദായ സുറിയാനി സഭ തുടങ്ങിയുള്ള സഭകളുടെ എല്ലാം സഭാ മേലധ്യക്ഷന്മാർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അതുപോലെ തന്നെ മലങ്കര കത്തോലിക്ക സഭയുടെ തലവനായ ക്ലിമ്മിസ് കാത്തോലിക്ക ബാവയും മാർത്തോമ സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബർണബാസ് മെത്രോപൊലിത്തയും പങ്കെടുത്തു. അതുപോലെ തന്നെ 2 പ്രതിനിധി സംഘങ്ങൾ മുൻ കേന്ദ്രമന്ത്രിമാരായ വി മുരളീധരൻ, അൽഫോൺസ് കണ്ണന്താനം, ബെന്നി ബെഹനാൻ MP, ഷോൺ ജോർജ് മുതലായവർ അടങ്ങുന്ന ഒരു കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി സംഘവും അതുപോലെ തന്നെ വ്യവസായ മന്ത്രി P രാജീവിൻ്റെ നേതൃത്വത്തിൽ എൽദോസ് കുന്നപ്പള്ളി, ജോബ് മൈക്കിൾ, അനൂപ് ജേക്കബ് MLA, PV ശ്രീനിജൻ വ്യവസായ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവരടങ്ങുന്ന ഒരു കേരള സർക്കാരിൻ്റെ പ്രതിനിധി സംഘവും ഈ ഒരു ചടങ്ങിൽ പങ്കുകൊള്ളാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു ഇന്ത്യൻ സമയം 7:30 ആരംഭിച്ച ചടങ്ങുകൾ ഏതാണ്ട് 9:45 അല്ലെങ്കിൽ ഒരു 10 മണി വരെ നീണ്ടു നിന്നിരുന്നു. വിശദമായ കുർബാനകൾക്കും അതുപോലെ തന്നെ മറ്റ് ശുശ്രൂഷകൾക്കും ശേഷം 8:30 പാത്രിയാർക്കീസ് ബാവയുടെ കാർമ്മികത്വത്തിൽ പ്രത്യേക പ്രാർത്ഥനയ്ക്കും കൂടി ശേഷം ആണ് ജോസഫ് ഗ്രിഗോറിയോസിനെ ശ്രേഷ്ഠ കാതോലിക്ക ബാവയായി വാഴിച്ചത്. അദ്ദേഹം ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയും അവിടെ കൂടിയിരുന്ന എല്ലാവരെയും അഭിസംബോധന ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ഈ ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട്. കാളിദാസ്. തീർച്ചയായും. എന്നിരുന്നാലും ആ വിശിഷ്ട ചടങ്ങുകൾ ഏറെ നേരം വീക്ഷിക്കാൻ വിശ്വാസ സമൂഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. കേരളത്തിലടക്കം കരിങ്ങാച്ചിറപ്പള്ളി, കോതമംഗലം പള്ളി അടക്കം വലിയ സ്ക്രീനിൽ വിശ്വാസികളടക്കം ആ ദൃശ്യങ്ങൾ, ആ സ്ഥാനാരോഹണ ചടങ്ങുകളെല്ലാം വീക്ഷിച്ചിരുന്നു. ഓർത്തഡോക്സ് യാക്കോബായ സഭയിൽ ആ ഒരു പ്രശ്നത്തിൽ സ്വീകരിച്ച ഒരു സംഘാടന മികവ് തന്നെയാണ് അന്ത്യോക്യ സിംഹാസനത്തെ പോലും ഇത്തരത്തിൽ മാർ ജോസഫ് ഗ്രിഗോറിയസിനെ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കാനായി പ്രേരിപ്പിച്ചത് എന്നുള്ളതും കൂടിയാണ് വ്യക്തമാകുന്നത്. മാർച്ച് 30 കേരളത്തിൽ എത്തുന്ന പുതിയ കാതോലിക്ക ബാവയ്ക്ക് ഇവിടെ സഭാസ്ഥാനത്ത് സ്ഥാനാരോഹണ ചടങ്ങുകൾ ഉണ്ടാകുമെന്നുള്ളതും കൂടി നമുക്ക് ലഭിക്കുന്ന പുതിയ വിവരങ്ങളാണ്. അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ബെയ്റൂട്ടിൽ P രാജീവ് സംസാരിക്കുന്നു. ചടങ്ങുകൾക്ക് ശേഷം തത്സമയ ദൃശ്യങ്ങൾ. Of in charge and senior bureaucrat Mr. Muhammad Hanish. On behalf of the Chief Minister of Kerala, the government and the people of Kerala, I would like to congratulate His Eminence Mr. Baselius Joseph and is well known to us, His Excellency is well known to us for several years as Mr. Alex, our former minister, correctly mentioned his simplicity and openness, and also his charitable work and education work is very commendable. And at this moment, I remember the contribution of Thomas Pradhaman Bava, who was the patriarch for more than 2 decades. And Bava sailed the ship with courage through the sea with wind and winds at very difficult times. I hope the legacy of the Bava will be Mr. Baselius Joseph Bava, and on behalf of the government and the people of Kerala, once again I would like to congratulate and wish us all success for your endeavor and dedication.
താങ്ക് യു വെരി മച്ച്. 1 more minute. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നിന്നും മലയാളികളായ വിശ്വാസികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ വാവയെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയും ചെയ്യുന്നു.